ഹായ്, വെൽക്കം ടു മൈ അനീസ് അച്ചമ്മ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തെല്ലാം ഒന്ന് പറയാൻ വെച്ചാൽ നാട്ടിൽ വരാൻ ടിക്കറ്റ് ബുക്കാക്കിയതിന് മാർച്ച് 2-ന് ഒന്ന് പൊങ്കാലയ്ക്കെല്ലാം പോയി, തിരുവനന്തപുരത്തെല്ലാം പോയി. പൊങ്കാലയിട്ടൊന്ന് നാട്ടിലെല്ലാം പോകാം. അപ്പോൾ മോക്കും അല്ല ഇവൾക്കും എല്ലാം 1 മാസത്തെ ലീവ് ഉണ്ടേനും. അപ്പോൾ ഞാൻ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഇവളും എല്ലാം മോളെല്ലാം കൂട്ടി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാനാണ്, അപ്പോഴത്തേക്കല്ലേ യുദ്ധം വന്നത്. യുദ്ധം വന്ന കാരണം നമുക്കൊന്നും നാട്ടിൽ വരാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ. എന്തിനാ യുദ്ധം വന്നതോടുകൂടി ഫ്ലൈറ്റിൻ്റെ വില കേട്ടിട്ട് ഒന്ന് അത് കഴിഞ്ഞ് നമ്മളൊന്നും നാട്ടിലേക്ക് വരാമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പം കണ്ണൂരേക്ക് ഒരൊറ്റ ഫ്ലൈറ്റ് ഇല്ല. കോഴിക്കോടേക്കാണെങ്കിൽ തന്നെ 2500-2800 ദറംസ് ഇവിടുത്തെ. അപ്പം നാട്ടിൽ എത്ര പൈസയായി? അങ്ങനെ ഇപ്പം നമുക്ക് നാട്ടിലെല്ലാം 2-3 ആൾ വരണമെങ്കിൽ എത്ര പൈസ വേണം? ഒരു രക്ഷയില്ല. ഇവിടെ നമ്മൾ എന്താ പറയണ്ടേ, നാട്ടിൽ വരണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ടിക്കറ്റിൻ്റെ വില മാറാം. പിന്നെ എന്ന് പറഞ്ഞാലും എന്തെല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നാട്ടിൽ വരണമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ വില കൊണ്ട് ആര് നാട്ടിൽ വരും? ഫ്ലൈറ്റുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഇപ്പം. പക്ഷെ അത് കണ്ണൂരേക്ക് ഒരൊറ്റ ഫ്ലൈറ്റില്ല. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ബോംബെയിലും ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഇതന്നെ ഇത്ര 2800-2500 ദറംസ്. എന്നാലും ജയിക്കും ആൾക്കാർ പോകുന്നുണ്ട്. അത്രയും എമർജൻസി ഉള്ള ആൾക്കാർ പോകുന്നുണ്ടാവും. അല്ലാതെ കണ്ട് ഒരിക്കൽ നാട്ടിൽ പോയിട്ടെല്ലാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നാട്ടിലെല്ലാം തെയ്യങ്ങളും അതും ഇതുമെല്ലാം ഉള്ള ഉത്സവങ്ങളെല്ലാം ഉണ്ട്. നാട്ടിൽ ഉത്സവങ്ങളുണ്ട്, തെയ്യങ്ങളുണ്ട്. എല്ലാം ഒന്ന് കാണാനും ഈ മാർച്ച് മാസം ആകുമ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാൻ. ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവരിലൊന്ന് തെയ്യോത്സവം എല്ലാം കാണിക്കുന്നത് ഒരു കുട്ടിയൊക്കെ അവരാ ഒരു മൈൻഡിൽ അതുണ്ടാവും. നമ്മൾ ചെറുതിലിങ്ങനെ തെയ്യം കണ്ടിന്, ഉത്സവം കണ്ടിന് എന്നെല്ലാം പറയുമ്പോൾ അതൊരു ഇതായിരിക്കും. നമുക്ക് നാട്ടിൽ തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തും തെയ്യത്തിന് അതെല്ലാം ഒന്ന് വിചാരിച്ച് നമ്മൾ മാർച്ചിൽ നാട്ടിൽ വരണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ എന്താ ചെയ്യുന്നത്? ഒരു യുദ്ധം കൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം ചിലവരൊക്കെ അച്ഛൻ, അമ്മ, ഫാമിലി എല്ലാം നാട്ടിലുള്ളവരുണ്ട്. അപ്പോൾ ഒന്ന് കാണാൻ കൊതിയായിട്ടായിരിക്കും അവരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇന്നത്തെ സാഹചര്യത്തിലൊന്നും നമുക്ക് വരാൻ പറ്റില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നൊരു കോള് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടുകൊണ്ട് ചിലപ്പോൾ ഫോൺ കിട്ടിയെന്ന് വരില്ല. അപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ബേജാറും വിഷമങ്ങളും. കാരണം ഈ യുദ്ധം ഉള്ളതുകൊണ്ട് ഇനി എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതെ, കുട്ടികൾ എന്തുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരെയും മാറി വിളിക്കും. അപ്പം മാറി വിളിക്കുമ്പോൾ നമുക്കിപ്പോൾ റൂമിൽ നെറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ആർക്കും കിട്ടൂല. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ബേജാറായി എല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെ. അത് ഈ നോമ്പ് കാലത്ത് തന്നെ ഇവർ ഈ യുദ്ധം തുടങ്ങിയത് ഒരു വളരെ വിഷമങ്ങളായി. കാരണം നോമ്പിൻ്റെ നാട്ടിൽ എല്ലാവരും ഫാമിലി ഉള്ളവരെല്ലാം പോകാനുള്ള ആ ഒരു വിഷമങ്ങളുണ്ട്. ഇപ്പം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് ഇത് ചെയ്തതെല്ലാം യുദ്ധം വന്നതെല്ലാം വളരെ ഇതാണ്. ഇത് നിർത്തി ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അന്ന് രാത്രി യുദ്ധം പൊട്ടി. അപ്പം ഇങ്ങനെയെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ട് പല ആൾക്കാർക്കും നാട്ടിൽ വരാൻ പറ്റാതെ ബുദ്ധിമുട്ട്. ഒന്നാമത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് തന്നെയാണ്. കാരണം പറ്റൂല, ഇവിടുത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഇപ്പം പറ്റൂല. കാരണം 2800 ദറംസ് എല്ലാം കൊടുത്ത് നാട്ടിൽ ലീവിൽ വരും, ഒരു 10 ദിവസത്തേക്ക് വരുവാന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ടും അതേ റേറ്റിൽ വരണം. അതിന് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാവരും ഇപ്പോൾ ഒന്ന് എൻ്റെ ഇവിടുത്തെ നമ്മളെ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ എൻ്റെ വീഡിയോയിലെല്ലാം എല്ലാവരും കാണുന്നുണ്ട്, വ്യൂ വരുന്നുണ്ട്, കമൻസ് വരുന്നുണ്ട്, സപ്പോർട്ട് വരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുള്ളത് എനിക്ക് ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് പങ്കുവെക്കാം, എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.